ബൈബിൾ കർത്താവ് പറയുന്നു, നിങ്ങൾ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. അതെ, ഞാനും പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ലെറിയട്ടെ. അങ്ങനെ പാപത്തിനെ കുറിച്ച് ചേച്ചി അവിടെ പറയുവാണെങ്കിൽ ഒരു മഹാപുരോഹിതനായിട്ടുള്ള ബിഷപ്പിനെ വിശപ്പാമ്പേന്ന് വിളിച്ചതാ ചേച്ചി ഈ ജന്മത്തിൽ ചെയ്ത ഏറ്റവും വലിയ പാപം. ചേച്ചി അതിനാദ്യം പോയി ക്ഷമ ചോദിക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കല്ലെറിയണോ ചെരുപ്പെറിയണോ എന്നൊക്കെ. അപ്പൊ എന്നെ പറ്റി പറയുന്നവരെല്ലാം ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ അവര് പറയത്തില്ലല്ലോ. നേരിട്ട് കാണുമ്പോൾ എനിക്കിപ്പോ അവരെ തല്ലാൻ പറ്റും, പിടിക്കാൻ പറ്റും, ഇടിക്കാൻ പറ്റും. പിണക്കൊന്നുമില്ല, എനിക്ക് ആരോടും പിണക്കമില്ല. ഇപ്പൊ ഈ ഷഫീന ബീവി ഒക്കെ ആണെങ്കിലും എന്നെ പരത്തെറിയാന്ന് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് അവരോട് ആരോടും പിണക്കമില്ല. അവരവരുടെ ഉപജീവന മാർഗം കണ്ടെത്തട്ടെ. എന്ത് പറ്റി രേണു ചേച്ചി നന്മയുടെ പാത സ്വീകരിക്കാൻ തുടങ്ങി തോന്നുന്നുണ്ടല്ലോ? കുറെ നാളുകൊണ്ട് നന്മ ട്രാക്ക് മാത്രം പിടിച്ചോണ്ടിരിക്കുവേ രേണു ചേച്ചി. എന്തോ സംഭവം എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്തേക്കാം, സബ്സ്ക്രൈബും ചെയ്തേക്കാം, ഹൈപ്പിലും ഞെക്കിയേക്കാം. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് വെച്ചേക്കാം. എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് നെഗറ്റിവിറ്റി മാത്രം വിറ്റ് റീച്ച് ആക്കിക്കൊണ്ടിരുന്ന രേണു ചേച്ചി നേരെ തിരിഞ്ഞിട്ട് നന്മ ട്രാക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ രേണു ചേച്ചി അലക്കിക്കൊണ്ടിരുന്ന ചേച്ചിയാ ഷെഫീന ബീവി ചേച്ചി. ചേച്ചിയെ വരെ ക്ഷമിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ രേണു ചേച്ചി നന്മ ട്രാക്കിലോട്ട് നേരെ തിരിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ. കാരണം നെഗറ്റിവിറ്റിക്ക് വേണ്ടി ഓരോ റീൽസും ചേച്ചി അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇഷ്ടംപോലെ തെറിവിളികൾ വന്നുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു ദിവസം സ്റ്റോപ്പ് ആയപ്പം ചേച്ചി പെട്ടെന്നൊന്ന് പേടിച്ച്. അതുകൊണ്ട് തന്നെ ഈ കണ്ടന്റ് അങ്ങോട്ട് വിട്ടിട്ട് കുറച്ച് നാളത്തേക്ക് സെന്റിമെന്റ്സും അതേകൂട്ട് തന്നെ നന്മ ട്രാക്കും പിടിക്കാന്ന് രേണു ചേച്ചി വിചാരിച്ച്. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നന്മ ട്രാക്ക് മാത്രം പിടിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റൊരു കാര്യം എന്ന് പറയുമ്പം രേണു ചേച്ചി ഈ ഇടയ്ക്ക് ഒരു 3-4 ദിവസം കൊണ്ട് രേണു ചേച്ചി എടുത്ത ഏതൊരു മീഡിയയിലും, അതായത് ഏതെങ്കിലും ഒരു മീഡിയക്കാരൻ വന്നിട്ട് രേണു ചേച്ചിയെ സംബന്ധിച്ച് രേണു ചേച്ചി നെക്സ്റ്റ് ഷൂട്ടിങ്, അതായത് നെക്സ്റ്റ് ആൽബം എന്താണെന്നും വല്ല ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രേണു ചേച്ചി എടുത്തിടും. അനുമോൾക്ക് പുതിയ സിനിമ വല്ലതും കിട്ടിയോ? അങ്ങനെ അനുമോളുടെ പേര് ഇടയ്ക്കിടയ്ക്ക് എടുത്തിടുന്നത് നമ്മൾ കണ്ടുവരുന്നൊരു സംഭവം തന്നെ. അതിനെ സംബന്ധിച്ച് അനുമോൾ കുറേ ഇതും കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് അനുമോൾ വോയിസ് രീതിയിൽ അയച്ചിട്ടുണ്ടായിരുന്നു രേണു ചേച്ചിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ. ചേച്ചി എന്തായാലും മീഡിയക്കാരുടെ കുറേ പേരുടെ മുമ്പിൽ വന്നിട്ട് അനുമോളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാനൊരു റീൽസ് പ്ലേ ചെയ്ത് കാണിക്കാം, നിങ്ങളത് കേട്ട് നോക്ക്. ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ തമ്മിൽ ചെറിയ സ്വരച്ചാർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു ഞാൻ പറയട്ടെ, ഇന്ന് ബിഗ് ബോസില് ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടക്കുന്നു. എല്ലാവരും അനുമോൾ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, അതിന് മുന്നേ പല പല പ്രോഗ്രാമുകൾ വന്നു. ഒന്നെങ്കിൽ ഞാൻ അപ്പൊ ദുബായി പോയി കഴിഞ്ഞു, ഇവരെല്ലാം ഒന്നിച്ചു കൂടി. എനിക്ക് ഒരു പ്രോഗ്രാം എന്നെ എന്നെ വിളിച്ചായിരുന്നു. സംഭവം എന്ന് പറഞ്ഞുകൂടാ, എങ്കിൽ പോലും അവിടെ അനുമോളുടെ പേര് വലിച്ചഴച്ചുകൊണ്ട് വരാനും അതേകൂട്ട് തന്നെ ബിന്നിയുടെ പേര് പറയണ്ടേ ഒരാവശ്യവും രേണു ചേച്ചിക്ക് അവിടെ ഇല്ലായിരുന്നു. എങ്കിൽ പോലും രേണു ചേച്ചി അവിടെ എടുത്തു പറയുന്നുണ്ട് ബിന്നിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവിടെ അനുമോൾ ചെന്നിട്ടുണ്ടോ അനുമോൾ അവിടെ ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് രേണു ചേച്ചിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും അനുമോളുടെ പേര് അവിടെ എടുത്തിട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. പിന്നെ ബിന്നിയുടെ പേര് അവിടെ എടുത്ത് പറയണ്ടേ. ബിന്നി ചേച്ചിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുത്തിത്തിരിപ്പിന്റെ അങ്ങേ അറ്റമായിരുന്നു. നമ്മൾ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്കിൽ പോലും ഇത് കളഞ്ഞ്. പിന്നെ അനുമോളും ബിന്നിയും തമ്മി അവിടെ ഒരു അടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് രേണു ചേച്ചി നോക്കുന്നത്. അതായത് പണ്ട് ചേച്ചി ചെയ്തിട്ടില്ലായിരുന്നു ആ വീട് ചോർച്ച, അതായത് വീടിന്റെ പെയിന്റ് ഇളകി പോകുന്ന ഈ ഒരു സംഭവം ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണെന്ന് നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് ഗോൾഡൻ ഡയറീസിലെ വിവിധ ചേച്ചിയോട് അനുമോൾ അയച്ചിട്ട് ഒരു വോയിസ് മെസ്സേജും കൂടെ ഒന്ന് കേൾക്കാം, നോക്കിക്കോ നിങ്ങള്. ഇവിടെ പുള്ളിക്കാരി അടുത്ത് ചോദിക്കുന്നതിനുള്ള ഒരു ആൻസർ ആണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്നാലും അവർ ചോദിച്ചു വെച്ചിരിക്കുന്നത് എന്തോ നിങ്ങൾ തമ്മിൽ എന്തോ സ്വരച്ചേർച്ച. അപ്പൊ അതങ്ങനെ ചോദിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇന്ന് ബിന്നിയുടെ പ്രോഗ്രാം, അതായത് ബിന്നിയുടെ ഷോപ്പിന്റെ ഇനാഗുറേഷനാണ്, ആ ഒരു ലോഞ്ചിന് ആ കാര്യം അതവിടെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബിന്നിയുടെ പുതിയൊരു ഷോപ്പിന്റെ ലോഞ്ചിന് എന്നെ വിളിച്ചതാണ്. അന്ന് എനിക്ക് എൻ്റെ നാട്ടിലെ അമ്പലത്തില് എനിക്കൊരു പുരസ്കാരം ഉണ്ടായിരുന്നു, ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോവുമായിരുന്നു ഞാൻ ഓൾറെഡി നൂബിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ നൂബിനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നോട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ രേണു അനുവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാന്ന്? അതായത് ഇപ്പോഴും ബിഗ് ബോസിലെ ആ ഒരു കണ്ടന്റ്, ആ ഒരു ഗെയിം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കണ്ടല്ലോ, ആ വോയിസിനകത്ത് അനുമോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബിന്നിയുടെ ഒരു ഷോപ്പിന്റെ പ്രോഗ്രാമിന് വേണ്ടി ബിഗ് ബോസ് ഈ ചേച്ചിയുടെ കൂടെ മത്സരിച്ചിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും വിളിച്ചിട്ടുണ്ടെന്ന്. അതിലൊരു 2 ആൾക്കാരെ രേണു സുധി അതേപോലെ തന്നെ അനുമോളും. രേണു സുധി എടുത്ത് വന്നിട്ട് ഒരു മീഡിയക്കാരൻ ചോദിച്ചു ബിന്നിയുടെ പ്രോഗ്രാമിന് പോയില്ലയോ എന്ന്. അതിന് അവിടെ രേണു സുധി കൊടുക്കുന്ന റിപ്ലൈ അതിന് അനുമോള് പോയിട്ടുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനുമോളുടെ ഒരു വിഷയം വലിച്ചിടേണ്ട ആവശ്യവും ഇല്ലായിരുന്നു, ബിന്നിയുടെ ഒരു പേര് വലിച്ചിടേണ്ട ആവശ്യമില്ലായിരുന്നു. രേണു ചേച്ചി പോകുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പറയായിരുന്നു ഞാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പറയായിരുന്നു പോകുന്നില്ല. അത് ഈ 2 ഏതെങ്കിലും ആൻസർ കൊടുക്കുക. ഓൺലൈനിൽ രേണു ചേച്ചി അവിടെ പലവരുടെ പേരാ വലിച്ചഴക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് മീഡിയക്കാരും വന്ന് ചോദിച്ചാൽ ഇതേവിട്ട് ഒരു ലോജിക്കും ഇല്ലാത്ത ആൻസർ പറഞ്ഞു കൊടുക്കുന്ന രേണു ചേച്ചി ചുമ്മാ അതല്ല ചേച്ചി റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന എല്ലാവരും എടുത്തിട്ട് അലക്കുന്നത്. സത്യം
പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഏത് യൂണിവേഴ്സിലുള്ളതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഞാൻ വേറൊരു റീൽസ് കാണിച്ചു തരാം, നോക്കിക്ക്. എന്തായാലും നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവര് 299 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് അവരിരുന്ന് നെഗറ്റീവ് കമന്റ്സ് ഇടും. രേണു സുധി ദുബായിലെ, UK-ലെ, അമേരിക്കയിലെ, റാസൽ ഗൈമയിലെ, ബഹ്റൈനിലെ പറന്ന് നടക്കും. അത്രേ ഉള്ളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ പൈസ ഉണ്ടാക്കും, വേറൊന്നല്ല. ആൽബങ്ങൾ ചെയ്ത് 14-15ഓളം ആൽബം അഭിനയിച്ചു. എല്ലാം സൂപ്പർ ഹിറ്റാണ്. അങ്ങനെ തന്നെ അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആൽബം എന്ന് വെച്ചാൽ എന്റെ ജീവൻ. ചേച്ചിയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ലോകേഷ് കനകരാജിന്റെ പുതിയ പടത്തിലല്ലേ ചേച്ചി അഭിനയിച്ചിട്ട് അങ്ങോട്ട് നിൽക്കുന്നേ. എന്റെ പൊന്നി ചേച്ചി പറയുന്നുണ്ടല്ലോ 299 രൂപ റീചാർജ് ചെയ്ത് ചേച്ചിക്ക് നെഗറ്റീവ് കമന്റ് അയക്കുന്നവർ അവിടെ നിന്ന് അയക്കത്തേ ഉള്ളെന്ന്. ഈ ഒരു നെഗറ്റീവ് കമന്റിന് വേണ്ടിയല്ലേ ചേച്ചി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്നതും അതോട്ട് നെഗറ്റിവിറ്റി വാരി എറിയുന്നതും. ചേച്ചി ഒന്ന് മനസ്സിലാക്കണം, ഈ നെഗറ്റീവ് കമന്റ് ഇല്ലെങ്കിൽ രേണുസുധി എന്നുള്ള ഒരു വ്യക്തിയില്ല. കാരണം ഈ നെഗറ്റീവ് കമന്റ് വന്നാൽ മാത്രമേ ചേച്ചിക്ക് നെഗറ്റിവിറ്റി കിട്ടത്തുള്ളൂ, അതോട്ട് റീച്ച് കിട്ടത്തുള്ളൂ. ചേച്ചി ഇതോട്ടുള്ള ഇനാഗ്രേഷൻ എല്ലാത്തും വിളിക്കത്തുള്ളൂ. ചേച്ചി പറയുന്നുണ്ടല്ലോ ദുബായ്, UK, ബഹ്റിൻ, ഇങ്ങനെ പല സ്ഥലങ്ങൾ. ഈ സ്ഥലത്തോട്ടൊക്കെ ചേച്ചിയെ പറഞ്ഞു വിടുന്നത് തന്നെ ഈ നെഗറ്റീവ് കമന്റ്സാ. ഇതൊക്കെ മനസ്സിലാക്കി സംസാരിക്കാതെ എന്ത് ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയയുടെ ഒക്കെ ഫ്രണ്ട് വന്ന് പറയുന്നത്. ഒന്നും കൂടാതെ റിയാക്ഷൻ ചാനൽസിനെ കുറിച്ച് എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് പറയുമ്പോൾ രേണു ചേച്ചി വിജയിക്കുന്നതിന്റെ 100%, 80% വിജയം കൊടുക്കുന്നത് ഇതേട്ടുള്ള റിയാക്ഷൻ ചാനൽസാ. ഇതേട്ടുള്ള റിയാക്ഷൻ ചാനൽസ് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് രേണു ചേച്ചി വൈറലാവുന്നത്. ഞങ്ങളെ ഏറി കയറിയാൽ പോലും രേണു ചേച്ചി വൈറലാവുന്നുണ്ടല്ലോ. ഞങ്ങളെ ഏറി കയറ്റി വന്നാൽ ഇതേട്ടുള്ള കമന്റിന്, അതായത് ഞങ്ങൾക്ക് നെഗറ്റീവ് കമന്റ്സ് അയക്കുന്നവർ വിചാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതേട്ടുള്ള റിയാക്ഷൻ ചാനൽ തുറന്നു വെച്ചേക്കുന്ന ഇതേട്ടുള്ള കോപ്രായങ്ങൾക്ക് റിയാക്ട് ചെയ്യാനാ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരുടെ കൂട്ടുള്ളവർ ഇതേട്ടുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ എന്തായാലും എടുത്ത് റിയാക്ട് ചെയ്യും. ചേച്ചി പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടില്ല, 299 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് അയക്കുമ്പോൾ ചേച്ചി UK, ലണ്ടൻ, ദുബായ്, ബഹ്റിൻ അങ്ങനെ കറങ്ങി അങ്ങ് നടക്കുക. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് കമന്റ്സ് അയക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പോലുള്ള റിയാക്ഷൻ ചാനൽസ് രേണു ചേച്ചിയെ വിറ്റ് ആ റീച്ച് ഉണ്ടാക്കുന്നതെന്നല്ലയോ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞങ്ങളെപ്പോലുള്ള റിയാക്ഷൻ ചാനൽസ് റിയാക്ട് ചെയ്താൽ മാത്രമേ രേണു ചേച്ചിക്ക് റീച്ച് കിട്ടത്തുള്ളൂ. US, ലണ്ടൻ, പാരീസ്, അമേരിക്ക അങ്ങനത്തെ രാജ്യങ്ങളിലോട്ട് രേണു ചേച്ചിക്ക് കടന്നു പോകാനും പറ്റത്തുള്ളൂ. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. അപ്പൊ രേണു ചേച്ചി കഞ്ഞി കുടിച്ചു പോകുന്നത് ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. എന്തൊക്കെയാണ് എന്തായാലും പുതിയ ഒരെണ്ണം കാണാം. അവര് നോക്കുമ്പോ ഞാനിത് പൊക്കി പറയുന്നത് എനിക്കറിയില്ല, അവരാണ് പറയുന്നത്. നല്ല ഭംഗിയുള്ള കുട്ടി, ഈ കുട്ടീനെയാണോ ഇങ്ങനെ പറയണേ, അങ്ങനെ ഇങ്ങനെ. അത് തന്നെയല്ല, ഒരുപാട് പേര്, ഒരു മനുഷ്യൻ പോലും നേരിട്ട് ഇന്ന് വരെ ഒരു നെഗറ്റീവ് എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണെന്ന് എനിക്കറിയത്തില്ലെന്ന്. എന്റെ പൊന്നു ചേച്ചിക്ക് അറിയാത്ത കാര്യങ്ങളല്ലേ ഞങ്ങൾ ഈ തൊണ്ട പൊട്ടിച്ച് ചേച്ചിക്ക് ഈ 10 മിനിറ്റുള്ള വീഡിയോയിൽ കൂടെ പറഞ്ഞു തരുന്നേ. ചേച്ചി വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കാണും. രേണു ചേച്ചിയുടെ കയ്യിലെ കുറ്റം എന്തോന്ന് അപ്പം മനസ്സിലാവും രേണു ചേച്ചിക്ക്. ചേച്ചി കാട്ടിക്കൂട്ടുന്ന ഈ നെഗറ്റിവിറ്റിയാണ് ഈ റിയാക്ഷൻ ചാനൽസ് ചെയ്യുന്നവരും അതേകൂട്ട് തന്നെ നെഗറ്റീവ് കമന്റ്സ് അയക്കുന്നവരും എടുത്തു വെച്ച് ട്രോളിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ചേച്ചി മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടല്ലോ, ചേച്ചി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറ്റമൊന്നും പറയത്തില്ലെന്ന്. അപ്പൊ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം, ഒരാളുടെ നികളോ വണ്ണോ വീതിയോ ഒന്നും കണ്ടിട്ടല്ല അയാളെ കുറ്റം പറയുന്നത്, അയാളുടെ കയ്യിലിരിക്കുന്ന പ്രവൃത്തി കണ്ട. രേണു ചേച്ചി വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ രേണു ചേച്ചിയുടെ രൂപം കണ്ടിട്ട് ഒരാൾ കളിയാക്കുന്നത്. ചേച്ചി ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് കാണിക്കുന്ന ഈ കോപ്രായങ്ങളൊക്കെ ശരിയാണ്. രേണു ചേച്ചി എന്നെ ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ ഇരുന്നത് കണ്ടു നോക്ക്. ചേച്ചി നെഗറ്റിവിറ്റിക്ക് വേണ്ടി എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. ചേച്ചി ഈ പാത തന്നെ ഫോളോ ചെയ്തോണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പാതയെ തന്നെ പിന്തുടർന്നോണ്ട് വന്നോണ്ടേ ഇരിക്കും. അതുകൊണ്ട് ചേച്ചി എപ്പോൾ മാറ്റി പിടിക്കുന്നു അപ്പൊ ഞങ്ങളും മാറ്റി പിടിക്കും. ചേച്ചി എല്ലാം വിചാരിക്കുന്നത് പറയുമ്പോൾ രേണു ചേച്ചിയെ റിയാക്ട് ചെയ്യുന്ന എല്ലാവരും അങ്ങ് വ്യക്തിവൈരാഗ്യം വെച്ച് അങ്ങ് റിയാക്ട് ചെയ്യുക. വേറെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഞങ്ങളാരും ഇടുന്ന രേണു ചേച്ചി കാണുന്നില്ലയോ. അവർക്ക് ആർക്കും ഇല്ലാത്ത കുഴപ്പമോ രേണു ചേച്ചിക്ക്. രേണു ചേച്ചി വിചാരിക്കുന്ന രേണു ചേച്ചിയെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുക, ചേച്ചി രക്ഷപ്പെട്ട് കയറി പോകുന്നത് ആർക്കും കണ്ടുകൂടാത്തോണ്ടാ ചേച്ചിയെ റിയാക്ട് ചെയ്യുന്നതെന്നാ. പക്ഷെ അതൊന്നും അല്ല ചേച്ചി ഈ കാട്ടിക്കൂട്ടുന്നത് കണ്ടോണ്ട് തന്നെ റിയാക്ട് ചെയ്യുന്നേ. ബൈബിൾ കർത്താവ് പറയുന്നു, നിങ്ങൾ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. അതെ, ഞാനും പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ലെറിയട്ടെ. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞ് വ്ളോഗ് ചെയ്യുന്നവരും നെഗറ്റീവ് കമൻസ് ഇട്ട് രസിക്കുന്നവരും എനിക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് എൻ്റെ കുറ്റങ്ങൾ അവിടെ ഇവിടെ പറഞ്ഞ് ആത്മസന്തോഷം കണ്ടെത്തുന്നവരും, ഞാനൊന്നും പറയട്ടെ, നിങ്ങളിൽ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ലെറിയട്ടെ. അതാണല്ലോ അന്തസ്സ്. രേണു ചേച്ചി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ബൈബിളിൽ ഇത്രയും ജ്ഞാനമുള്ള രേണു ചേച്ചിയാണോ ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ടൊരു മഹാപുരോഹിതനായിട്ടുള്ള ബിഷപ്പിനെ വിഷപ്പാമ്പേന്ന് വിളിച്ച് മഹാപുരോഹിതനായിട്ടുള്ള ബിഷപ്പിനെ വിഷപ്പാമ്പേന്ന് വിളിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ചേച്ചിക്ക് പാപം എന്തോ വിധിക്കുന്നതെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, കാണികളുടെ കണ്ണ് മൂടാൻ വേണ്ടി രേണു ചേച്ചി വന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിന്റെ അടുത്തൊന്നും ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കാണിക്കുന്ന കോപ്രായങ്ങളെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. കാരണം എന്ന് പറയുമ്പം ഒരു സൈഡിൽ വന്ന് രേണു ചേച്ചി തന്നെ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് വന്ന് കാണിക്കുകയും ചെയ്യും, മറ്റൊരു സൈഡിൽ വന്നിട്ട് കാണികളുടെ കണ്ണ് മൂടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ അതിന്റെ ഫ്രണ്ടിലോട്ട് എടുത്തിടുകയും ചെയ്യും. അതായത് ചേച്ചി കാണിക്കുന്ന കോപ്രായങ്ങളെ ആരും റിയാക്ട് ചെയ്യരുത്, ആരും കുറ്റം പറയരുത്, ഈ ഒരു പർപ്പസിന് വേണ്ടി തന്നെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു ചേച്ചി, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തി. എത്ര പേരുടെ കണ്ണ് മൂടി ചേച്ചി ഒരു ദിവസം? എല്ലാവരും ഒന്ന് കണ്ണ് മൂടാൻ രേണു ചേച്ചിയെ കൊണ്ട് പറ്റത്തില്ല. ഇനിയെങ്കിലും ഈ സെന്റിമെന്റ്സ് ഒക്കെ നിർത്തിയിട്ട് ചേച്ചി പഴയ നെഗറ്റിവിറ്റി പിടിക്കും.
അതായിരിക്കും ചേച്ചിക്ക് നല്ലത്. ഒന്നുകൂടെ നല്ലത് ആ നെഗറ്റിവിറ്റി തന്നെ. റീച്ച് കുറയുന്നെന്നും പറഞ്ഞ് നിർത്തണ്ട. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ അങ്ങ് റീച്ച് കയറിക്കോളൂ. ഞങ്ങൾ റിയാക്ഷൻ ചാനൽസ് ഒക്കെ ഇരിക്കുമല്ലേ, ഞങ്ങൾ പിന്നെ അങ്ങ് റീച്ച് തരാം. ചേച്ചി ഞങ്ങളെ വെച്ച് കഞ്ഞി കുടിച്ച് പൊക്കോ. എന്തായാലും ഇന്നത്തെ വീഡിയോത്തിലുള്ള രേണു ചേച്ചിയെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ആയിട്ട് അയച്ചേക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്തേക്കാം, സബ്സ്ക്രൈബും ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ഹൈപ്പിൽ ഞെക്കിയേക്കാം. അടുത്ത ദിവസം നല്ലൊരു കണ്ടന്റ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.